എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുറച്ച് ബാംഗിൾസിൻ്റെ കളക്ഷനാണ്. ഇത് സ്വെറ്റ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ആൻറ്റി ടാർണിഷാണ്, ഇമ്പോർട്ടഡ് ആണ്. ആൻറ്റി ടാർണിഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ആൻറ്റി ടാർണിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാംഗിൾസിൻ്റെ മുകളിലൊരു ഗോൾഡിൻ്റെ ഒരു കവറിങ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു കവറിങ്ങും കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ വളകൾ പെട്ടെന്ന് ഫെയ്ഡ് ആകുന്നതോ കറുത്ത നിറമാകുന്നതോ തടയുന്നു. ഇതിനെയാണ് ആൻറ്റി ടാർണിഷ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെർഫ്യൂം കെമിക്കൽസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യരുത്. പെർഫ്യൂം ഉപയോഗിക്കണമെന്നുള്ളവർ ആദ്യം തന്നെ പെർഫ്യൂം അടിച്ചതിന് ശേഷം ഓർണമെൻറ്റ്സ് ഇടണം. ഫസ്റ്റ് നമ്മുടെ വള വന്നിട്ട് ഇതാണ്. ഫ്രണ്ടിൽ കാണുന്നതെല്ലാം AD സ്റ്റോൺസ് ആണ്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ്. 330 എല്ലാത്തിൻ്റെ റേറ്റ്. സൈഡ് ഓപ്പൺ ആണ്. ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് കയറ്റിയിടാൻ പറ്റും. അടുത്തത് ഇത് വൈറ്റ് കളറിലെ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഡിസൈന്, സൈഡ് ഓപ്പണിങ്, ഓവൽ ഷേപ്പാണ് കേട്ടോ എല്ലാ വളയും. ഇത് ഫ്രണ്ടിൽ കുറച്ച് ഫ്ലവേഴ്സ്, നടുക്ക് കാണുന്നത് വൈറ്റ് കളറിലെ സ്റ്റോണാണ്, AD സ്റ്റോണാണ്. ഇത് ഗ്രീൻ കളറിലെ സ്റ്റോൺസ്, സൈഡ് ഓപ്പണിംഗ് ആണ്. വൈറ്റ് കളറിലെ ഡിസൈന്, സൈഡ് ഓപ്പണിംഗ് ആണ്. 330 ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ബേബി സൈസാണ്. 2-4 ഉള്ളവർക്ക് കറക്റ്റ് ഫിറ്റായിട്ട് എടുക്കും. 2-4 ഈ അളവുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് സൈഡ് ഓപ്പൺ ആണ്. ഇത് ഫുൾ കട്ട് വർക്ക് വരുന്നൊരു മോഡൽ. നടുക്ക് 3 കട്ട മാത്രമേ ഉള്ളൂ വൈറ്റ് കളറിലെ സ്റ്റോൺസ്, ബാക്കിയെല്ലാം പുറയിലോട്ട് കട്ട് വർക്കാണ്. ഇത് വരുന്നത്, ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ആ വൈറ്റ് കളറിലെ ബേബി സൈസിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഇത് ബേബി സൈസ് അല്ല, അഡൾട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.